ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അടുത്ത വീക്കെൻഡ് പ്രൊമോ വിശേഷമായിട്ട് പറയാൻ പോണത്, അങ്ങനെ ശ്രുതിനെ വല്ലാതെ കളിയാക്കുവാണ് അശ്വിൻ. അയ്യേ, നിന്റെ ലൈഫ് പാർട്ട്ണർ ആകാൻ പോകുന്ന ആളെ ഇത്ര ചീപ്പാണോ, ഇത്ര വില കുറഞ്ഞ സാധനങ്ങളാണോ നിനക്ക് വാങ്ങിച്ചെന്നെ? ഇങ്ങനെ വില കുറഞ്ഞ് വാങ്ങിച്ചു തരുന്ന ആൾക്കാരെ വിശ്വസിക്കാൻ പാടില്ലെന്ന. ജീവിതത്തിൽ നിനക്കും വലിയ വിലയൊന്നും അവർ തരത്തില്ല. ഇത്രയും ചീപ്പായിട്ടുള്ള ഒരാളെയാണോ നീ കല്യാണം കഴിക്കാൻ പോണത്? ഒരു ദരിദ്രവാസത്തിനുള്ള കല്യാണം കഴിക്കാൻ പോണേന്ന് തോന്നണല്ലോ എന്ന് പറഞ്ഞിട്ട് പുച്ഛത്തോടെ ഇങ്ങനെ ചിരിക്കുക കേട്ടോ. ആദ്യമൊക്കെ നമ്മുടെ ശ്രുതി മിണ്ടാതിരിക്കും. പിന്നെ 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 അശ്വിന്റെ കളിയാക്കൽ കൂടി വരുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അതേ സർ, ഞാൻ പണം കുറച്ച് കുറവുള്ള ആളെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. സാർ ഒരുപാട് പണം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, എന്നിട്ട് സാറിന് ഈ പറഞ്ഞ സന്തോഷവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, എപ്പോഴും വിഷമിച്ചിട്ട് തന്നെയായിരിക്കുന്നത്. പിന്നെ ഞങ്ങളും സാർ തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത് എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുവാണ്. അശ്വിനാണെങ്കിൽ ആകെ നാണം കെട്ടുട്ടോ. അശ്വിനാകെ ദേഷ്യം വന്നിരിക്കുക കേട്ടോ. എന്ത് ചെയ്യണം, ഇവൾക്ക് ഇതിൽ തക്കതായിട്ടുള്ള ഒരു മറുപടി കൊടുത്തേ പറ്റൂ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് അഞ്ജലി ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ശ്രുതി നീ എൻ്റെ കൂടെ ഒന്ന് വരാവോ, സിറ്റി വരാൻ? എന്താ അഞ്ജലി മേഡം, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അതെ അതെ, കുഞ്ഞന്റെയും ലാവണ്യയുടെയും എൻഗേജ്മെന്റ് ഇൻവിറ്റേഷനും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാലോ, അപ്പൊ നീയും കൂടി വരാണെങ്കിൽ കുറച്ച് എളുപ്പമായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ഓ ഞാൻ വരാം എന്ന് പറയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അശ്വിൻ കയറി വരുവാണ്. അതെ, നിങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടേക്കും പോകണ്ട. എന്താ കുഞ്ഞ, എൻഗേജ്മെന്റ് നമ്മൾ ഫിക്സ് ചെയ്ത കാര്യമല്ലേ, അത് നീയിപ്പോ എന്താ വേണ്ടാന്ന് പറയണത്? അത് എൻഗേജ്മെന്റ് വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്, ഇപ്പോ ഇൻവിറ്റേഷൻ അടിക്കേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നാളെയാണ് എന്റെയും ലാവണ്യയുടെ എൻഗേജ്മെന്റ്. നാളെയോ? അത് 2 ആഴ്ച കഴിഞ്ഞിട്ട് നടത്താന്നല്ലേ നമ്മൾ തീരുമാനിച്ചത് എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ, 2 ആഴ്ച ഒന്നും കാത്തിരിക്കാൻ പറ്റില്ല, നാളെ എൻഗേജ്മെന്റ് നടത്തണം എന്ന് അശ്വിൻ പറയുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ ലാവണ്യയും അഞ്ജലി ഒക്കെ ആകെ ഞെട്ടിപ്പോട്ടോ. ശ്രുതിക്ക് മനസ്സിലായി ശ്രുതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അശ്വിൻ പെട്ടെന്ന് എടുത്തു ചാടി ഇങ്ങനത്തെ ഒരു തീരുമാനം പറഞ്ഞെന്നുള്ളത്. അപ്പൊ ഈ ഒരു ഭാഗമാണ് ട്ടോ നമ്മൾ തിങ്കളാഴ്ച കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.